എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം. യാക്കോബിന്റെ പ്രണയ പോരാട്ട സംവത്സരങ്ങൾ. യാക്കോബ് കനാൻ ദേശത്തെ തൻ്റെ ഭവനത്തിൽ നിന്നും പിതാവായ ഇസ്ഹാക്കിൻ്റെയും മാതാവായ റിബേക്കയുടെ നിർദ്ദേശപ്രകാരം ജ്യേഷ്ഠനായ ഏശാവിൽ നിന്നും രക്ഷ നേടുവാനും തൻ്റെ ജീവിതത്തിലെ ഭാവി വധുവിനെ കണ്ടെത്താനുമായി മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം ഹാരാനിലെ ലാബാന്റെ ഭവനത്തിലേക്ക് പോകുന്ന യാത്രയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദത്തം ബഥേലിൽ വെച്ച് ലഭിച്ച വാഗ്ദത്തത്തിൻ്റെ പിൻബലത്തോടുകൂടെയുള്ള ഒരു പരദേശി മോക്ഷയാത്രയാണ്. കിഴക്കരുടെ ദേശത്തെത്തി എന്നാണ് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നത്. ആ മിഡിൽ ഈസ്റ്റിന്റെ മാപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ഓഫ് കനാൻ ആണ് ഈ മെസപ്പൊട്ടോമിയയുടെ ടിപ്പാണ്. അവിടാണ് ഇന്നത്തെ ഇറാഖ് ഇറാന്റെ ഒക്കെ പ്രസന്റ് ടർക്കി ആ സ്ഥലമൊക്കെയാണ്. അവിടെ ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മെസപ്പൊട്ടോമിയ ഏദൻ തോട്ടത്തിന്റെ നാടുമാണ്. സോ വാഗ്ദത്ത ദേശമായ കനാനും ഏദൻ തോട്ടവും തമ്മിൽ വേദപുസ്തകത്തിൽ എപ്പോഴും ഒരു കണക്ഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു രണ്ടാമത്തെ യാത്രയാണ്. ഒന്നാമത്തത് ഒരു ഇതിഹാസ യാത്രയായിരുന്നു. അത് 97 വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നത്. അത് അബ്രഹാമിന്റെ കാര്യവിചാരകത്തനായ അല്ലെങ്കിൽ ദാസനായ എലയാസർ തൻ്റെ അബ്രഹാമിനോട് പ്രതിജ്ഞയൊക്കെ എടുത്ത് തൻ്റെ മകനായ ഇസഹാക്കിന് റെബേക്കായെ തേടിയുള്ള അല്ലെങ്കിൽ ലാബാന്റെ സഹോദരിയെ തേടിയുള്ള ഒരു യാത്രയായിരുന്നു അന്ന് നടന്നത്. അത് ഹാരാൻ പട്ടണത്തിന് സമീപം, അതും ഒരു കിണറിന്റെ സമീപമാണ്. നല്ല സിമട്രിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 97 വർഷങ്ങൾക്ക് മുമ്പ് എലയാസർ വന്ന് നിന്നത് ഹാരാൻ എന്ന പട്ടണത്തിന്റെ വാതിൽക്കൽ, അതൊരു നല്ല ഒരു അർബൻ സെന്ററിലാണ്. അവിടെയുള്ള കിണറിന്റെ അവിടെയാണ് നിന്നത്. ആ സമയത്താണ് റെബേക്ക വരുന്നത്. റെബേക്ക ഇങ്ങോട്ട് ഓഫർ ചെയ്യുകയാണ്. എലയാസറിന്റെ കൂടെ ഉണ്ടായിരുന്ന 10 ഒട്ടകങ്ങൾക്ക് റെബേക്ക വെള്ളം കൊടുക്കുന്നു. അങ്ങനെ വളരെ നാടകീയമായ ഒരു നിമിഷമായിരുന്നു. എലയാസറിന് തൻ്റെ യജമാനന്റെ സമ്പൽ സമൃദ്ധി വിളിച്ചോതുവാനായി ധാരാളം സ്വർണ പൊന്ന് സമ്മാനങ്ങൾ നൽകുവാനുണ്ടായിരുന്നു. അതുകൊണ്ട് എലയാസറിനൊരു രാജകീയ സ്വീകരണമാണ് അന്ന് റെബേക്കയുടെ വീട്ടിൽ ലഭിച്ചത്. എന്നാൽ ഇന്ന് 97 വർഷങ്ങൾക്ക് ശേഷം കളം നേരെ അങ്ങ് മാറുകയാണ്. ഈ യാക്കോബ് ആരാണ്? യാക്കോബ് സ്വന്തം വീട്ടിൽ നിന്നും ഇൻ എ സെൻസ് because of insecurity he fled his own home fearing the revenge of his brother. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ, ഒരു കുടുംബമില്ലാതെ, ഒരു ഭാര്യയില്ലാതെ, ആരുമില്ലാതെ ഇതാ അവശനായി. ദൈവത്തിന്റെ വാഗ്ദാനം അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അത് മതിയായിരുന്നു. ഇതാ യാക്കോബ് ഇവിടെ നിൽക്കുന്നു. അതൊരു കൺട്രി സൈഡാണ്, വെളിം പ്രദേശത്താണ്. ഹാരാന്റെ പട്ടണത്തിന്റെ സമീപമല്ല, ഒരു വെളിം പ്രദേശത്ത് യാക്കോബ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ യാക്കോബിന് അവിടെ കാണുന്നത് കുറെ ഇടയന്മാരെയാണ്. ഇടയന്മാർ ആടുകളെ മേയുവാൻ വിട്ടേച്ച് അവിടെ വിശ്രമിക്കുന്ന, അല്ലെങ്കിൽ അവരൊരുമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കുറച്ചു പേരുണ്ടായിരുന്നു. അപ്പോൾ ഇടയന്മാരോട് സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ലാബാനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ലാബാനെ അറിയാം ഈ ഇടയന്മാർക്ക്. അപ്പോൾ പകൽ ഇനിയും വളരെയുള്ള നേരമാണ്, ഉച്ചസമയമായിരുന്നിരിക്കണം. ആർക്കും വേല ചെയ്യാനാവാത്ത രാത്രി വന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും ചെയ്യുവാനുണ്ട് ധാരാളം. അപ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, നമുക്കിപ്പോൾ ആടുകളെല്ലാം വെള്ളം കൊടുത്താൽ, ഈ വെള്ളം കൊടുക്കുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. വെള്ളം കൊടുക്കുന്ന കിണർ ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചിട്ടേക്കുകയാണ്. യാക്കോബിന്റെ ജീവിതത്തിൽ ഈ കല്ലനുഭവങ്ങൾ വീണ്ടും വീണ്ടും മുന്നോട്ട് വരികയാണ്. വൻകാട്ടിൽ കല്ല് തലയണയാക്കി വെച്ച മനുഷ്യൻ കല്ലെടുത്ത് ബഥേലിൽ തൂണാക്കി യഹോവയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച മനുഷ്യൻ ഇതാ ഒരു വലിയ കല്ലിവിടെ നിൽക്കുകയാണ്. പിന്നീട് ലാസറിന്റെ കല്ലറയിലും യേശുവിന്റെ കല്ലറയിലും എല്ലാം വരുന്ന കല്ലനുഭവങ്ങൾ വേദപുസ്തകത്തിൽ പ്രതിസന്ധികളെയാണ് കാണിക്കുന്നത്.
ഇപ്പോൾ ഇതാ നാടകീയമായ എൻട്രി. ഹിയർ കംസ് റേച്ചൽ. ലാബാന്റെ മകളായ റാഹേൽ കടന്നു വരുന്നു. റാഹേൽ ആടുകളോടുകൂടിയാണ് വരുന്നത്. ഇടയ കന്യകയാണ്. ഷി വാസ് എ ഷെപ്പേഡസ് എന്നാണ് NIV ഉപയോഗിച്ചിരിക്കുന്നത്. ഇടയ കന്യകയാണ്. പിന്നീട് ഇതിന് ഒത്തിരി കണക്ഷൻസ് ഉണ്ട്. അനേക വർഷങ്ങൾക്ക് ശേഷം മോശയുടെ കാലത്തിൽ മിദ്യാനിൽ ഇത്രോയുടെ മക്കൾ 7 മക്കളാണ് വരുന്നത്. അവർ 7 ഇടയ കന്യകമാരായിരുന്നു. അവരെ അവിടുത്തെ ലോക്കൽ ഷെപ്പേഴ്സിൽ നിന്നും രക്ഷിക്കാനായി മോശയുടെ ഒരു ഐതിഹാസിക പോരാട്ടമൊക്കെ ഉണ്ട്. പിന്നീട് ശലോമോന്റെ യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. അങ്ങനെ പാടുന്ന ഇടയ കന്യകയാണ്. കാലസമ്പൂർണതയിൽ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുന്ന മശിഹാ തമ്പുരാൻ. പിന്നീട് കുഞ്ഞാടിന്റെ കല്യാണം വന്നിതാ. കുഞ്ഞാടിന്റെ കല്യാണത്തിനായി കാത്തിരിക്കുന്ന വെളിപ്പാട് ഭൂമിക. ദർസ് എ കണക്ഷൻ. അതുകൊണ്ട് വേദപുസ്തക പ്രകാരം ഇടയന്മാരെന്ന് പറയുന്നത് പുരുഷന്മാര് മാത്രമല്ല. ഇതാ ഒരു ഇടയ കന്യക ഇവിടെ വന്നിരിക്കുകയാണ്. വെള്ളിയും പൊന്നും യാക്കോബിനില്ല. യാക്കോബ് ഒറ്റയ്ക്കാണ് വരുന്നത്. യാക്കോബിന്റെ ഈ പണമില്ല. എലിയാസർ കൊടുത്ത പോലെ വലിയ ആഭരണങ്ങൾ അണിയിക്കാൻ റബേക്കയെ ആഭരണങ്ങൾ അണിയിച്ചതുപോലെ കൊടുക്കുവാനില്ല. എന്നാൽ യാക്കോബ് ഇത്രയും അലച്ചിൽ, വർഷങ്ങൾക്ക് ശേഷം, മാസങ്ങളായിട്ടുള്ള അലച്ചിലിന് ശേഷം ഇതാ തൻ്റെ കസിനാണ്, മാതാവിൻ്റെ സഹോദരന്റെ പുത്രിയാണ്. കാണുമ്പോൾ ഇടയന്മാർ പറഞ്ഞറിഞ്ഞു. എന്നാലും റേച്ചലിന് അറിയത്തില്ല ഇതാരാന്ന്, റാഹേൽ അറിയത്തില്ല. യാക്കോബ് ചെന്ന് തൻ്റെ കരുത്തിൻ്റെ പ്രകടനത്തിൽ ആ കല്ല് ഉരുട്ടി മാറ്റി. ഒറ്റയ്ക്ക് ഒരു കല്ല് ഉരുട്ടി മാറ്റുകയാണ്. കാരണം ഇത് വൈകുന്നേരം, ശരിക്കും അവിടുത്തെ നാട്ടുനടപ്പ് പ്രകാരം വൈകുന്നേരങ്ങളിൽ ആടുകളെല്ലാം വരുമ്പോൾ ഒരു 10-20 ഇടയന്മാർ ഒരുമിച്ച് ആ കല്ല് മാറ്റുക, ആടുകൾക്ക് വെള്ളം കൊടുക്കുക, അത് കഴിഞ്ഞ് വീണ്ടും അവരും കുടിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും കല്ലടച്ചു വെക്കുക, ആടുകളെയും കൊണ്ട് ആലയിൽ പോയി രാപാർക്കുക. ഇതാണ് അവിടുത്തെ ഒരു നാട്ടുനടപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ യാക്കോബ് ഒറ്റയ്ക്ക് ആ കല്ല് മാറ്റി റാഹേലിന്റെ ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തു. 97 വർഷങ്ങൾക്ക് മുമ്പ് റബേക്ക എലയാസറിന്റെ ഒട്ടകങ്ങൾക്ക് നൽകിയ വെള്ളത്തിന് ഒരു നൂറ്റാണ്ടിനപ്പുറം അതിമനോഹരമായ സുന്ദരമായ ഒരു പൂർണ്ണത ചരിത്രത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. മാതാവിന്റെ സഹോദരപുത്രിയായ റാഹേൽ അലഞ്ഞു തിരിയുന്ന യാക്കോബിന് ജീവജല ഉറവയാകുന്നു. റാഹേലിനെ യാക്കോബ് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പൊട്ടിക്കരയുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര നാടകീയമായ ഒരു നിമിഷമാണ്. അർഹിക്കാത്ത നന്മകൾ ലഭിക്കുന്ന മനുഷ്യർ കരയുന്നത് പോലെ ലോക ചരിത്രത്തിൽ ആരും കരഞ്ഞിട്ടില്ല. ഹാഗാർ പോലും കരയുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഇതാ ജീവിക്കാൻ ഒരു പ്രതീക്ഷ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടത്. ഇത് 3ഉം നഷ്ടപ്പെടുമ്പോൾ, അല്ലെ 3-ൽ ഏതെങ്കിലും നഷ്ടപ്പെടുമ്പോൾ തന്നെ ജീവിതം വൺഡേഡായി മാറുകയാണ്. 3 നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ല. ഇവിടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവിടെ മൂർത്തിമത് ഭാവമായ റാഹേലിനെ ചുംബിച്ച് പൊട്ടിക്കരയുന്നു. ചാർച്ച വഴി അറിഞ്ഞ് റാഹേൽ ഓടിച്ചെന്ന് ലാബാനോട് പറയുകയാണ്, പിതാവിനോട് പറയുകയാണ്. ലാബാൻ ഓടിയെടുക്കുന്നു, എൻ്റെ സഹോദരിയുടെ മകനോ, മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, നിങ്ങൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലൊക്കെ പോകുവാനായി ആവേശപൂർവ്വം തയ്യാറെടുക്കുകയാണ്. ജർമ്മനി പോകണം, ഇംഗ്ലണ്ടിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, അമേരിക്കയിൽ പോകണം. എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടെത്തണം. അവിടെ ചെന്ന് നമ്മുടെ ഒരു ചർച്ചയിലുള്ള ഒരു ആൻറ്റിയെ, ഒരു അങ്കിളിനെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകുക. വി ആർ നോട്ട് അലോൺ, യു ആർ നോട്ട് അലോൺ ഇൻ ദിസ് വേൾഡ്. മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ടാണ്. ലാബാൻ ഓടിയെടുക്കുന്നു, ആലിംഗനം, ചുംബനം, ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. നാടകീയ പ്രഖ്യാപനമാണ്. നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ. അസ്തമി യു ബഷാരി എന്നാണ് ഒറിജിനൽ ഹീബ്രു യൂസേജ് വരുന്നത്. നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ. ഇത് ഏദൻ തോട്ടത്തിൽ ആദാം തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഹവ്വായെ ആദ്യമായി കണ്ടപ്പോൾ പറഞ്ഞ അതേ വാചകമാണ്.
പിന്നീട് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അനേക അന്തർ പോരാട്ടങ്ങൾക്കൊടുവിൽ യുണൈറ്റഡ് ഇസ്രായേൽ ഫോം ചെയ്യുകയും ശൗലിന് ശേഷം ദാവീദിനെ യുണൈറ്റഡ് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിട്ട്, അല്ലെങ്കിൽ യുണൈറ്റഡ് ഇസ്രായേലിന്റെ മഹാനായ രാജാവായിട്ട് ദാവീദ് ചാർജ് എടുക്കുന്ന നിമിഷം ഇസ്രായേലിന്റെ 12 ഗോത്രന്മാരുടെയും മൂപ്പന്മാർ വന്ന് പറയുന്നുണ്ട്, ഇതുപോലെ നീ ഞങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു. എത്ര നാടകീയമായ നിമിഷമാണ്. പിന്നീടും കണക്ഷൻ, ഇത് എൻ്റെ ശരീരം, ഇത് എൻ്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുക്കിയ യേശുക്രിസ്തുവിൻ്റെ അസ്ഥിയും മാംസവും രക്തവും. രക്തസാക്ഷികൾ വീണ്ടും ഉണ്ടാകുന്നു. രക്തസാക്ഷികളുടെ ചുടുനീളത്തിന് കണക്ക് പറഞ്ഞുള്ള പ്രതിക്രിയ നിവൃത്തിയാകുന്ന കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ വെളിപ്പാട് ഭൂമിക എല്ലാം ഈ ഒരു കിണറിനെ ചുറ്റിപ്പറ്റി, ഈ ഒരു ഹാരാനിൽ ലാബാന്റെ ആ ഒരു നാടകീയ നിമിഷമാണ്. കുടുംബ ജീവിതത്തിന്റെ മനോഹാരിതയാണ്. ഇനി ഇവർ ഒന്നാകുന്നു, ഒരേ ശരീരമാകുന്നു. ഇനി ഇവർ രണ്ടാകുന്നില്ല. 2 കുടുംബങ്ങളാണ് ഒരുമിച്ചാകുന്നത്. വളരെ നിർണായകമായ ഒരു കാര്യമാണ്. 1 മാസം യാക്കോബ് ലാബാന്റെ ഭവനത്തിലൊക്കെ തികച്ച നിമിഷം, അസ്ഥിക്ക് അസ്ഥിയും മാംസവും മാംസവുമാകുന്ന ലാബാന്റെ കുശാഗ്ര ബുദ്ധിയും ഷ്രൂഡ്നെസ്സും എല്ലാം യാക്കോബിന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു കണക്ഷനും ഉണ്ട്, ഒരു ജനറ്റിക് DNA കണക്ഷനും ഉണ്ട്. യാക്കോബ് തന്നെ സേവിക്കുന്നതിന് പ്രതിഫലം നീ ചോദിച്ചോളാൻ പറഞ്ഞു. യാക്കോബെ നീ ചോദിച്ചു, എന്തോലെ നീ ഫ്രീ ആയിട്ടൊന്നും ചെയ്യേണ്ട, നമ്മുടെ ബന്ധമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണെങ്കിലും നീ പ്രതിഫലം ആവശ്യപ്പെടാൻ പറയുന്നു. ലാബാൻ പറയുന്നു. രോഗി ഇച്ഛിച്ചത് തന്നെ വൈദ്യൻ കൽപ്പിച്ച ഒരു നിമിഷമാണ്. യാക്കോബിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യം വന്നില്ല. കടത്തിൻകരയിൽ കണ്ടപ്പം മുതൽ റാഹേൽ എന്ന സുന്ദരി യാക്കോബിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് യാക്കോബ് പറയുന്നു, എനിക്ക് ലാബാന്റെ 2ാമത്തെ മകളായ റാഹേലിനെ നൽകുക, 7 സംവത്സരം അവൾക്ക് വേണ്ടി ഞാൻ നിന്നെ സേവിക്കാമെന്ന് പറയുകയാണ്. ഇത് മിഡിൽ ഈസ്റ്റിലെ ആ പണ്ടത്തെ ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പാരമ്പര്യ പ്രകാരം ബ്രൈഡ് പ്രൈസ് ആണ് കൊടുക്കുന്നത്. എലയാസർ ചെയ്തതുപോലെ തന്നെ പൈസ കൊടുക്കാൻ എലയാസറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അല്ലെ ആഭരണം കൊടുക്കാൻ ഉണ്ടായിരുന്നു. എന്നാൽ യാക്കോബിന് ആഭരണമില്ല, പൈസയില്ല, വെള്ളിയും പൊന്നുമില്ല. യാക്കോബ് സ്വയം ഒരു ഊർജ്ജസ്വലനായ പുരുഷന്റെ 7 സംവത്സരങ്ങളാണ് ഇവിടെ യാക്കോബ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഓഫർ യാക്കോബിന്റെ കയ്യിൽ നിന്ന് വന്നപ്പോൾ ലാബാനും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം തന്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനാകുന്നത് തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബ് തന്നെ എന്ന് ലാബാനും തീരുമാനിച്ചു. അപ്പോൾ ഈ ബ്രൈഡ് പ്രൈസ് 7 വർഷം കഠിന അധ്വാനം ചെയ്യുകയാണ്. 7 വർഷം 7 നിമിഷം പോലെ കടന്നു പോകുമെന്നാണ് പറയുന്നത്. കാരണം സ്നേഹിക്കുന്നവൾക്ക് വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കരിയർ ഓപ്ഷൻ ഒക്കെ വരുമ്പോൾ പലപ്പോഴും പറയുന്നത്, നമ്മൾ ഈ പല ഓഫീസുകളിലും 5 മണിയാകാൻ നോക്കിയിരിക്കുകയാണ്, 5 മണിയാകാൻ വേണ്ടി ജോലി ചെയ്യുന്നതായിട്ടൊരു പറച്ചിലുണ്ട്. ബാഗെല്ലാം റെഡിയാക്കി 4:50 ആകുമ്പോഴേ 5 മണിയാകുമ്പോഴേ ഇറങ്ങി ഓടുകയാണ്. എന്നാൽ അങ്ങനെയല്ല. ജീവിതത്തിൽ നമുക്ക് ജീവിതം ആസ്വദിക്കുന്നത്, മനോഹരമായ ജീവിതം, സമൃദ്ധമായ ജീവൻ ആസ്വദിക്കുന്നത് നമ്മൾ ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴാണ്, നമ്മൾ ഇഷ്ടമുള്ള ആളുമായിട്ട് ജീവിക്കുമ്പോഴാണ്. നിർഭാഗ്യവശാൽ പലപ്പോഴും ഇതൊന്നും നമ്മളുടെ കരിയർ ചോയ്സ് വരുമ്പോൾ നമ്മളുടെ യുവാക്കൾക്ക് ഏറ്റവും അധികം ആവശ്യം എത്രയും പെട്ടെന്ന് എത്രയും കൂടുതലുള്ള സാലറി കിട്ടുക, പണം കിട്ടുക. വിവാഹമൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു കരിയർ മാച്ചിങ്ങും കരിയർ അംബീഷനും എല്ലാം വെച്ച് എല്ലാം വേണം, വേണ്ടാന്ന് വേണ്ട, പ്രായോഗികമായിട്ട് ജീവിക്കുമ്പോൾ അങ്ങനെ വേണം. എന്നാൽ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ള ജോലിയും നല്ല ശമ്പളവും കിട്ടും, അതുപോലെ തന്നെ ഇഷ്ടമുള്ള നല്ല ഒരു കുടുംബജീവിതമൊക്കെ കിട്ടും. ഈ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്തിൽ. അപ്പോൾ അതുമായിട്ടൊരു ചെറിയ കമ്പാരിസനാണ്. 7 വർഷം കഠിനാധ്വാനം ചെയ്തു. അത് കഴിഞ്ഞ് യാക്കോബ് പറയുന്നു, സമയം തികഞ്ഞിരിക്കുന്നു, എൻ്റെ ഭാര്യയെ എനിക്ക് തരണം. അങ്ങനെ അവിടെ ഒരു വിവാഹം നടക്കുകയാണ്. ലാബാൻ പൊതുസമൂഹത്തിന് ഒരു വിവാഹ വിരുന്ന് നടക്കുകയാണ്. യാക്കോബിന്റെ വിവാഹം അവിടെ നടക്കുന്നു. അതെ, യാക്കോബിന്റെ ആദ്യ വിവാഹം എന്ന് വേണേ പറയാം. ഇത് നടക്കുമ്പോൾ ലാബാൻ ഏകദേശം 125 വയസ്സുണ്ടായിരുന്നു. യാക്കോബിന് 84 വയസ്സ്. യാക്കോബ് പിന്നെ ഒരു 60 വർഷത്തോടെ ജീവിച്ചിരിക്കും ഏകദേശം. ലേയയ്ക്ക് 27, റാഹേലിന് 24. ലേയ ലാബാന്റെ മൂത്ത മകളാണ്, ഇളയ മകളാണ് റാഹേൽ.
കറണ്ടില്ലാത്ത നാളുകളാണ്, വിദ്യുശക്തി ഇല്ലാത്ത നാളുകൾ. രാത്രിയിലെ അന്ധകാരം അതികഠിനമാണ്. മരുഭൂമി കോണ്ടസ്റ്റ് ആണ്. പ്രത്യേകിച്ച് അത് അമാവാസി നാൾ വല്ലതും ആയിരിക്കണം. ചെറിയ ഈ ഒലിവെണ്ണയിലൊക്കെ കത്തുന്ന ചെറിയ ദീപനാളങ്ങളുണ്ട്. അതിനൊക്കെ വളരെ ചെറിയ വെളിച്ചമേ ഉള്ളൂ, ഒരു മെഴുകുതിരിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അങ്ങനെ യാക്കോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് തന്റെ ഭാര്യ. എന്നാൽ ഇവിടെ ഒരു വലിയ ഡിസപ്ഷൻ നടക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. റേച്ചലിന് പകരം ലാബാൻ മൂത്ത പുത്രിയെ ലേയെ യാക്കോബിന്റെ കൂടെയാക്കി ദാസിയായി സിൽപ്പയെ നൽകിയുണ്ടായി. സ്വന്തം പിതാവിനെ അദ്ദേഹത്തിന്റെ അന്ധകാര മറവിൽ കബളിപ്പിച്ച മകന് കാലം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിക്രിയയാണ്. കൊടുത്താൽ ഹാരാനിലും കിട്ടുമെന്ന് ഒരു പ്രോവർബ് വേണേ പറയാം. ലാബാന്മാർ എല്ലായിടവും കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, റാഹേലിന്റെ അറിവോ സമ്മതമോ പങ്കാളിത്തവും ഇല്ലാതെ ഇങ്ങനൊരു നാടകം നടക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ ലയയുടെ ഭാഗത്തുനിന്ന് നോക്കണം, ലയ മിണ്ടത്തില്ല, ലയ പേടിച്ച് പറിച്ചിരിക്കുകയാണ്. കാരണം ഇതൊരു ഡിസപ്ഷനിലാണ്, ഒരു കളിപ്പീരാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ലയയുടെ ശബ്ദം പോലും പുറത്തു വരാതെ ആ ഒരു രാത്രിയിൽ കാര്യങ്ങളൊന്ന് വിഭാവനം ചെയ്യണം. പല കമന്ററിയിലും പറയുന്നത് റേച്ചലും ആ മുറിയിൽ ഉണ്ടായിരുന്നു, റേച്ചല് സൗണ്ട് കൊടുക്കുന്നു. അങ്ങനെ ഒത്തിരി നാടകീയത നടന്ന ഒരു രാത്രിയാണിത്. പിന്നീട് യാക്കോബ് ആ ഒരു ആഘോഷത്തിന്റെ ഒരു മൂഡിലായിരുന്നുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം അന്ന് രാത്രി നാടകം അരങ്ങേറി. കണ്ണിന് ശോഭ കുറഞ്ഞ ജ്യേഷ്ഠത്തി എന്നാണ് പറയുന്നത്. ലേയ്ക്ക് കണ്ണിന് ശോഭ കുറവായിരുന്നു. ചിലപ്പോൾ വേദപുസ്തകത്തിലെ പ്രകാരം ദീർഘദർശനം അല്ലെങ്കിൽ ഒരു വിഷൻ ഇല്ലാത്ത ഒരു കോണ്ടസ്റ്റ് ആയിരിക്കണം. വിശ്വാസ തീർത്ഥയാത്ര മുന്നോട്ട് പോവുകയാണ്. റാഹേൽ മനഃപൂർവ്വമായിട്ട് തൻ്റെ ജ്യേഷ്ഠത്തി നിന്ന് പോയി കഴിഞ്ഞാൽ ഇനിയും വേറൊരു പുരുഷനെ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള റാഹേലിന്റെ ഒരു കരുതൽ. അവിടെ മൾട്ടിപ്പിൾ വൈഫ്സ് അന്നത്തെ കാലത്ത് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അതുകൊണ്ട് റാഹേൽ മനഃപൂർവ്വം അതിനകത്തൊരു സമ്മതം പറഞ്ഞതായിരുന്നുവോ എന്നൊരു ചോദ്യവും ഉണ്ട്. പലതും ചോദ്യങ്ങളാണ്. പ്രഭാതത്തിലെല്ലാം വെളിവായി. ചോദ്യമുയർത്തിയ യാക്കോബിനെ നാട്ടുമര്യാദ പറഞ്ഞ് ലാബാൻ ശാന്തനാക്കി. ഒരു ജനതയുടെ ഗോത്ര പിതാക്കന്മാർ ചരിത്രത്തിൽ അവതരിക്കുവാനുള്ള ആദ്യ പടിയായിരുന്നു ആ രാത്രി. ലാബാന്റെ നിർദ്ദേശപ്രകാരം ലേയയുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. റാഹേലിനെയും ഭാര്യയായിട്ട് ലഭിച്ചു. അവൾക്ക് ദാസിയായി ബിൽഹയും. യാക്കോബിന്റെ ആദ്യ സ്നേഹം, തൻ്റെ ഏറ്റവും അധികം സ്നേഹിച്ചതും യാക്കോബ് റാഹേലിനോടായിരുന്നു. അവൾക്കായിട്ട് വീണ്ടും 7 സംവത്സരങ്ങൾ, അങ്ങനെ 14 വർഷങ്ങൾ. ഇതൊരല്പം അനീതിയായിരുന്നെന്ന് പിന്നീട് ഈ പെൺമക്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പൻ ചെയ്ത ഒരു അനീതിയായിരുന്നോ വേറൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. മനുഷ്യന്റെ ഇഷ്ടം പോലെയാണോ ദൈവത്തിന്റെ ഇഷ്ടം പോലെയാണോ പൂർവ്വപിതാവായ യാക്കോബിന് ലേയും റാഹേലും മക്കളായി. അത് കഴിഞ്ഞിട്ട് അനീതിക്ക് പരിഹാരം കണ്ടെത്തുന്ന ദൈവമാണ്. ലേയോടെ യാക്കോബിന് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നു. അതിന് പരിഹാരം ദൈവം കണ്ടെത്തിയത് റാഹേലിന്റെ ഗർഭം അടച്ചു, ലേയുടെ ഗർഭപാത്രത്തെ തുറന്നു. അങ്ങനെ 4 മക്കൾ ആ അധ്യായത്തിൽ തന്നെ അവരുടെ പേരും പറയുന്നുണ്ട്. യഹോവ എന്റെ സങ്കടം കേട്ടു, ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലേയുടെ 1ാമത്തെ മകനായ രൂബേനായി. 2ാമത് ഞാൻ അനിഷ്ട എന്ന് കേട്ട് യഹോവ തനിക്ക് നൽകിയെന്ന ശിമയോൻ എന്ന 2ാമത്തെ മകനായി. ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരുമെന്ന് പറഞ്ഞ് ലേവി എന്ന 3ാമത്തെ മകനും. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന 4ാമത്തെ മകൻ യഹൂദ. ഇങ്ങനെ 4 മക്കൾ ലേയ്ക്ക് ഉണ്ടായി. അതിനുശേഷം ലേയ്ക്ക് പ്രസവം നിന്നു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൽ യാക്കോബിന്റെ പ്രണയ പോരാട്ട വർഷങ്ങൾ ധ്യാനിക്കാം. ഈ അധ്യായത്തെ 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അധ്യായം. ജീവിതത്തിലെ നിർണായക നിമിഷങ്ങൾ, നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെയൊക്കെ സപ്പോർട്ട്, നല്ല ശക്തമായ ഒരു പിന്തുണ, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഇവയൊക്കെ വെച്ച് ഒത്തിരി പഠിക്കുവാനുണ്ട്. നീ എൻ്റെ അസ്ഥിയും മാംസവുമാകുന്നു. അങ്ങനെ മനോഹരമായ ഒരു ജീവിതം. ഈ ഒരു തെരഞ്ഞെടുപ്പൊന്നും ഒരു പാളിച്ചയും ഇല്ലായിരുന്നെന്ന് പിന്നീട് ചരിത്രം പറയുന്നുണ്ട്. ഇവരുടെ മക്കൾ ഇസ്രായേലായി കഴിഞ്ഞ് ഇവരുടെ 12 ഗോത്രങ്ങൾ ഇന്ന് ലോകം മൊത്തവും പറന്ന് പന്തലിച്ച് ഇപ്പോഴും രൂപൻ എന്നൊക്കെയുള്ള പേര്, ജോസഫ് എന്നുള്ള പേരൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് ഇപ്പോഴും നാം ഇടുന്നുണ്ട്. എത്ര നാടൻ നിർണായകമായ ഒരു സ്വാധീനമാണ്. അതുകൊണ്ട് ഇത് നല്ല ഒരു വിവാഹ നാളായിരുന്നു. ഇത് സഭയുടെ വിവാഹത്തിന് തുല്യമാണ്. കർത്താവ് കാന്തയായ സഭയെ ചേർക്കുന്ന ഓരോ വിവാഹങ്ങളും, ഓരോ ക്രിസ്തീയ വിവാഹങ്ങളും, ഓരോ കുടുംബജീവിതങ്ങളും ഇപ്രകാരമായി തീരട്ടെ. ഇത്രയും സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ,
ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ. ഇനിയും കുറഞ്ഞൊന്ന് കഴിയുന്നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. മധ്യാകാശത്തിങ്കൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. യാക്കോബിന്റെ പ്രണയ പോരാട്ട സംവത്സരങ്ങൾ. ആമേൻ.